Hello my dear students, welcome to Learner's World. In this video, I talk about a short story, Her Lover, written by Maxim Gorky, Part 1. Maxim Gorky is the pseudonym of Alexei Maximovich Peshko. അപ്പോൾ അലക്സൈ മാക്സിമോവിച്ച് പെഷ്കോ എന്നയാളുടെ തൂലികാനാമമാണ് മാക്സിം ഗോർക്കി. He is one of the most prominent Russian writers. He was born into a poor family. അപ്പോൾ ഏറ്റവും വലിയ റഷ്യൻ എഴുത്തുകാരിൽ ഒരാളാണ് അദ്ദേഹം ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് ജനിച്ചത്. ഹിസ് ഫാദർ ഡൈഡ് വെൻ ഗോക്കി വാസ് ജസ്റ്റ് 4 years old. അപ്പോൾ ഗോക്കിക്ക് 4 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഫാദർ മരിക്കുന്നത്. ദെൻ ഹി വാസ് ബ്രോട്ട് ടു ഹിസ് മാറ്റേണൽ ഗ്രാൻഡ് പാരൻസ്. അപ്പോൾ അതിനുശേഷം ഗോർക്കി ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ വിട്ടു. മാറ്റേണൽ ഗ്രാൻഡ് പാരൻസ് എന്ന് പറഞ്ഞാൽ അമ്മയുടെ പാരൻസിൻ്റെ കൂടെ വിട്ടു. When his mother remarried, the grandparents had to look after him. അങ്ങനെ അതിനുശേഷം അമ്മ എന്ത് ചെയ്തു, വേറെ കല്യാണമൊക്കെ കഴിച്ചു. അപ്പോൾ അവനെ വളർത്തിയത് അവൻ്റെ ഗ്രാൻഡ് പാരൻസ് ആണെന്നാണ് പറയുന്നത്. ഹിസ് ഗ്രാൻഡ് ഫാദർ വാസ് എ ക്രൂവൽ മാൻ ആൻഡ് ഹി സ്റ്റോപ്പ്ഡ് ഗോക്കി ഫ്രം ഗോയിങ് ടു സ്കൂൾ ആൻഡ് സെൻഡ് ഹിം ടു വർക്ക് വെൻ ഹി വാസ് ജസ്റ്റ് 8. അപ്പോൾ ഗോക്കിയുടെ ഗ്രാൻഡ് ഫാദർ ഒരു ക്രൂരനായിരുന്നു. ഗോർക്കിക്ക് 8 വയസ്സുള്ളപ്പോൾ സ്കൂളിൽ വിടാതെ അയാൾ അവനെ ജോലി ചെയ്യാൻ നിർബന്ധിച്ചു. Gorky did a variety of jobs, including that of a dishwasher on a Volga ship, where he was introduced to the world of books by Cook. അപ്പോൾ നമ്മളുടെ ഗോക്കിയെ അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ ഒരുപാട് ജോലികൾ ചെയ്തു എന്നാണ്, ഗോർക്കി ഒരുപാട് ജോലികൾ ചെയ്തു എന്നാണ് പറയുന്നത്. ഒരു വോൾഗ നദിയിൽ യാത്രകൾ നടത്തുന്ന ഒരു കപ്പലിൽ പാത്രം കഴുകുന്ന ജോലിയും നമ്മളുടെ ഗോർക്കി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കപ്പലിലെ കുക്കാണ് ഗോക്കിയെ ബുക്കുകളുമായിട്ട് പരിചയപ്പെടുത്തിയത്. അത് വേൾഡ് ഓഫ് ബുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആ ഒരു കപ്പലിലെ കുക്കാണെന്നാണ് പറയുന്നത്. ഹിസ് എംപ്ലോയേഴ്സ് mistreated him, not giving him enough food or decent clothing. He suffered a lot. അപ്പോൾ അവൻ്റെ എംപ്ലോയീസ് ശരിയായിട്ടുള്ള ഫുഡും അതുപോലെ ക്ലോത്തിങ്ങും വസ്ത്രങ്ങളൊന്നും കൊടുക്കാതെ അവനൊരുപാട് കഷ്ടപ്പെടുത്തിയിരുന്നു. അപ്പോൾ അവൻ്റെ ജീവിതം എന്ന് പറയുന്നത് വളരെ ദുരിതപൂർണമായിരുന്നു എന്നാണ് പറയുന്നത്. He suffered a lot. It was the bitterness he suffered in his childhood that made him choose the word Gorky as his pseudonym. അപ്പോൾ അത്രയും അധികം ദുരിതപൂർണമായിട്ടുള്ള ഒരു ജീവിതമാണ് നമ്മുടെ ഗോക്കിക്ക് ചെറുപ്പത്തിൽ നയിക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഗോക്കി എന്ന തൂലികാനാമം അദ്ദേഹം തിരഞ്ഞെടുത്തത്. ഗോക്കി മീൻസ് ബിറ്റർ ഇൻ റഷ്യൻ. അപ്പോൾ ഗോക്കി എന്നുള്ള വേർഡിൻ്റെ മീനിങ് റഷ്യനിൽ കഴിക്കുന്നത് എന്നാണ് അർത്ഥം. ബിറ്റർ എന്നുള്ളത് മീനിങ് ആണെന്നാണ് പറയുന്നത്. When he was 9, his mother also died and thus he became an orphan. അങ്ങനെ ഗോക്കിക്ക് 9 വയസ്സുള്ളപ്പോൾ അയാളുടെ അമ്മയും മരിച്ചു. അങ്ങനെ അയാൾ ഒരു അനാഥനായിട്ട് മാറി. The little kindness he experienced in his childhood was from his grandmother. അപ്പോൾ ഒരു ഇച്ചിരി സ്നേഹം അവന് കിട്ടിയിട്ടുണ്ടായിരുന്നത് അവൻ്റെ അമ്മൂമ്മയിൽ നിന്ന് മാത്രമാണ് എന്നാണ് പറയുന്നത്. He ran away from home at the age of 12. അങ്ങനെ 12ാമത്തെ വയസ്സിൽ അയാൾ വീട്ടിൽ നിന്ന് ഒളിച്ചോടിപ്പോയി. He had a brilliant memory but he could not enter a university. അപ്പോൾ നമ്മുടെ ഗോക്കിക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടായിരുന്നു, പക്ഷേ അയാൾക്ക് യൂണിവേഴ്സിറ്റിയിലൊന്നും പോയി പഠിക്കാൻ പറ്റിയില്ല. He spent his adolescence and early manhood as a tramp in Kazan. He did all kinds of job and traveled all over Central Asia for 5 years. അങ്ങനെ കസാൻ എന്ന സ്ഥലത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരാളായി തൻ്റെ ബാല്യവും യൗവനത്തിൻ്റെ ആദ്യ ഭാഗവും അയാൾ ചിലവഴിച്ചു. ഒരുപാട് ജോലികളൊക്കെ ആ ഒരു സമയത്ത് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. At the age of 19, he shot himself in an attempt to commit suicide. അങ്ങനെ 19ാമത്തെ വയസ്സിൽ സ്വയം വെടിവെച്ച് ഒരു ആത്മഹത്യാ ശ്രമവും അയാൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഹി സർവൈവ്ഡ് ആസ് എ ബുള്ളറ്റ് മിസ്ഡ് ഹിസ് ഹേർട്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം അദ്ദേഹം എന്ത് ചെയ്തു, അതിജീവിച്ചു എന്നാണ് പറയുന്നത്. അതായത് വെടിയുണ്ട ഹൃദയത്തിൽ തൊടാഞ്ഞതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു. He became a Marxist when he lived in St. Petersburg. He made generous contribution to the party fund from his small earnings. അങ്ങനെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം ഒരു മാർക്സിസ്റ്റ് ആയിരുന്നു എന്നാണ് പറയുന്നത്. തൻ്റെ ചെറിയ വരുമാനത്തിൽ നിന്നും പാർട്ടി ഫണ്ടിലേക്ക് അയാൾ ഒരുപാട് സംഭാവനയൊക്കെ ചെയ്തിട്ടുണ്ട്. ഗോക്കി റോട്ട് എ റെവല്യൂഷണറി പോം സോങ് ഓഫ് ദ സ്റ്റോമി
പെട്രൽ. അങ്ങനെ അദ്ദേഹം സോങ് ഓഫ് ദ സ്റ്റോമി പെട്രൽ എന്നൊരു റവല്യൂഷൻ പോം എഴുതിയിട്ടുണ്ട്, ഒരു വിപ്ലവ കവിത അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ദ മാഗസിൻ ഓഫ് മാർക്സിസ്റ്റ് റിവ്യൂ കോൾ ജിസ് പബ്ലിഷ്ഡ് ഇറ്റ് ലെഡ് ടു ദ ക്ലോഷർ ഓഫ് ദാറ്റ് മാഗസിൻ. അപ്പോൾ ഷിസൻ എന്ന് പറഞ്ഞാൽ ലൈഫ് എന്ന മാർക്സിസ്റ്റ് റിവ്യൂ മാഗസിനിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു വിപ്ലവ കവിതയായിട്ടുള്ള സോങ് ഓഫ് ദ സ്റ്റോമി പെറ്റൽ എന്നുള്ള ഒരു കവിത, ഷിസൻ എന്ന് പറഞ്ഞാൽ ഒരു ലൈഫ് എന്നുള്ള മീനിങ് ആണ്. ആ ഒരു മാർക്സിസ്റ്റ് റിവ്യൂ മാഗസിനിൽ ആ കവിത പ്രസിദ്ധീകരിച്ചു എന്നാണ് പറയുന്നത്. ഇറ്റ് ലെഡ് ടു ദ ക്ലോഷർ ഓഫ് ദാറ്റ് മാഗസിൻ. അപ്പോൾ അതോടുകൂടി ആ മാഗസിന് അടച്ചുപൂട്ടി. ആ ഒരു നമ്മുടെ മാക്സിം ഗോക്കിയുടെ ആ ഒരു പോമായിട്ടുള്ള, അതായത് റവല്യൂഷണറി പോമായിട്ടുള്ള സോങ് ഓഫ് ദ സ്റ്റോമി പെറ്റൽ എന്നുള്ള അത് ഒരു മാഗസിൻ, റിവ്യൂ മാഗസിനായിട്ടുള്ള ഷിസൻ എന്നുള്ള ആ ഒരു റിവ്യൂ മാഗസിനിൽ പ്രസിദ്ധീകരിച്ചതോടുകൂടെ ആ മാഗസിന് അടച്ചുപൂട്ടി എന്നാണ് പറയുന്നത്. ദെൻ ഗോക്കി ഒപ്പോസ്ഡ് സർ റെജിം ആൻഡ് വാസ് അറസ്റ്റ് മെനി ടൈംസ്. അപ്പോൾ ഗോക്കി സർ ചക്രവർത്തിമാരുടെ ഭരണത്തിനെതിരായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പല പ്രാവശ്യം അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. In 1902 he was elected member of the Russian Academy of Sciences, but his election was cancelled by Tsar. അപ്പോൾ 1902 അദ്ദേഹം റഷ്യൻ അക്കാദമി ഓഫ് സയൻസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷേ സാർ ഇടപെട്ട് ആ തിരഞ്ഞെടുപ്പ് റദ്ദാക്കി. In protest, writers like Anton Chekhov resigned from the academy. Gorky was imprisoned for his involvement in the Russian Revolution of 1905. അപ്പോൾ തങ്ങളുടെ എതിർപ്പ് കാണിക്കാനായിട്ട് ആൻറ്റൺ ചെക്കോവ് തുടങ്ങിയിട്ടുള്ള എഴുത്തുകാർ ആ ഒരു അക്കാദമിയിൽ നിന്ന് രാജിവെച്ചു. 1905 വിപ്ലവത്തിൽ പങ്കെടുത്തത് കാരണം ഗോക്കിയെ ജയിലിൽ അടച്ചു എന്നാണ് പറയുന്നത്. ബട്ട് ഹി വാസ് സൂൺ റിലീസ്ഡ് ബിക്കോസ് ഓഫ് ദ പ്രൊട്ടസ്റ്റ് ബൈ റൈറ്റേഴ്സ് ആൻഡ് ഇൻ്റലക്ച്വൽസ് അക്രോസ് യൂറോപ്പ്. പക്ഷേ യൂറോപ്പിലുള്ള മിക്കവാറും എഴുത്തുകാരുടെ എതിർപ്പ് കാരണം ഗോക്കിയെ പെട്ടെന്ന് തന്നെ ജയിൽ വിമുക്തനാക്കി. He left Russia and spent 7 years in exile on the island of Capri, Italy. അപ്പോൾ ഗോക്കി ഇറ്റലിയുടെ ഐലൻഡ് ഓഫ് കാപ്രിയിലേക്ക് പോയി 7 വർഷം അവിടെ ചെലവഴിച്ചു എന്നാണ് പറയുന്നത്. He returned in 1913. In 1921 he again left Russia and went to Berlin. അങ്ങനെ അദ്ദേഹം 1930 അദ്ദേഹം റഷ്യയിൽ തന്നെ തിരിച്ചെത്തി. 1921 റഷ്യ വിട്ട് അദ്ദേഹം ബെർലിനിലേക്ക് പോയി എന്നാണ് പറയുന്നത്. ബൈ ദിസ് ടൈം ഹി വാസ് ഇൻ ഡിസഗ്രിമെൻറ്റ് വിത്ത് ലെനിൻ. ഹി സെഡ് ദാറ്റ് ഹി വാസ് സെൻഡ് ഇറ്റ് ബെർലിൻ ആസ് എൻ എക്സൈൽ ഓൺ ദ പ്രിടെക്സ്റ്റ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഫോർ ട്യൂബർക്ലോസിസ്. അങ്ങനെ അദ്ദേഹം ലെനിനുമായി അഭിപ്രായ വ്യത്യാസത്തിലായിരുന്നു എന്നാണ്. ആ ഒരു സമയത്ത് നമ്മളുടെ ഗോക്കി ലെനിനുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിലായി. ഗോക്കി പറഞ്ഞത്, അതായത് ട്യൂബർക്ലോസിസ്, അതായത് ക്ഷയത്തിന് തന്നെ ചികിത്സിക്കാനെന്ന പേരിൽ തന്നെ അങ്ങോട്ട് നാട് കടത്തുകയായിരുന്നു എന്നാണ് ഗോക്കി പറഞ്ഞത്. In 1922 he went to Sorrento and lived there with his family for some years. He returned to the USSR permanently in 1929 and lived there until his death. അങ്ങനെ 1922 അദ്ദേഹം സൊറൻറ്റോയിലേക്ക് പോയി അവിടെ ഫാമിലിയോടൊത്ത് കുറേ വർഷങ്ങളൊക്കെ ചെലവഴിച്ചു. 1929 അദ്ദേഹം എന്നേക്കുമായിട്ട് റഷ്യയിലേക്ക് മടങ്ങി. മരണം വരെ അവിടെയായിരുന്നു എന്നാണ് പറയുന്നത്. റഷ്യയിലായിരുന്നു മരണമൊക്കെ. At the time of his death, Gorky was the top literary figure in Russia. തൻ്റെ മരണസമയത്ത് ഗോക്കി ആയിരുന്നു റഷ്യയിലെ ഏറ്റവും പ്രധാന സാഹിത്യകാരൻ. He became the first president of Soviet Writers Union in 1934. He was nominated 5 times for the Nobel Prize. അപ്പോൾ 1934 അദ്ദേഹം സോവിയറ്റ് റൈറ്റേഴ്സ് യൂണിയൻ്റെ ആദ്യ പ്രസിഡൻ്റായി. 5 പ്രാവശ്യം അദ്ദേഹത്തിന് നൊബേൽ സമ്മാനത്തിനുള്ള നോമിനേഷൻ ലഭിച്ചു എന്നാണ് പറയുന്നത്. He was a prolific writer and he wrote short stories, plays, novels, poetry and autobiographies. അപ്പോൾ അദ്ദേഹം
ഒരു ധാരാളം എഴുതുന്ന ഒരു റൈറ്ററാണ്. ഹിസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ഇനി പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സാണ്. ദ ലോവർ ഡെപ്ത്, ദ മദർ, മൈ ചൈൽഡ്ഹുഡ് ഇൻ ദ വേൾഡ്, മൈ യൂണിവേഴ്സിറ്റീസ്, 3 of them, സമ്മർ ഫോക്ക്, ചിൽഡ്രൻ ഓഫ് ദ സൺ, ക്രിയേച്ചേഴ്സ് ദാറ്റ് വൺസ് were men, the life of a useless man, a confession, ഇതൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സാണ്. ദെൻ ഗോക്കീസ് ഹെർ ലവർ റിമൈൻ അൺനോട്ടീസ്ഡ് ഫോർ ലോങ്. നമ്മുടെ ഗോക്കിയുടെ ഹെർ ലവർ എന്ന ഈ ഒരു സ്റ്റോറി വളരെ നാളുകളോളം ആരും ശ്രദ്ധിക്കപ്പെടാതെ കിടന്നു എന്നാണ് പറയുന്നത്. In the early decades of the 20th century, human identity was viewed as being lonely with lack of proper communication and alienation in life and social relationship. അപ്പോൾ ഒരു 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ മനുഷ്യജീവിതം ഒറ്റപ്പെട്ട ഒന്നായും ശരിയായ ഒരു കമ്മ്യൂണിക്കേഷനൊന്നും ഇല്ലാത്തതായും മാറ്റി നിർത്തപ്പെടുന്നതുമായൊക്കെയാണ് കണ്ടിരുന്നത്. ഗോക്കി ഡെപിക്സ് ദിസ് വ്യൂ ഓഫ് ഹ്യൂമൻ ഐഡൻറ്റിറ്റി ഇൻ ഹെർ ലവർ ത്രൂ ദ ലൈഫ് ഓഫ് ദ ഫീമെയിൽ ക്യാരക്ടർ തെരേസ. അപ്പോൾ ഈ ഒരു ഹെർ ലവർ എന്ന ഈ ഒരു സ്റ്റോറിയിൽ മാറ്റി നിർത്തപ്പെടലാണ് ഗോർക്കി വരച്ച് കാണിക്കുന്നത്. ഓക്കെ, ഒരു ഫീമെയിൽ ക്യാരക്ടറായിട്ടുള്ള തെരേസ എന്നുള്ള ഒരു വിമണിലൂടെ ഒരു മാറ്റി നിർത്തപ്പെടൽ ഇതിൽ കാണിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ദ സ്റ്റോറി ബിഗിൻസ് വിത്ത് എ സെൻസ് ഓഫ് ഡൗട്ട് ആസ് എ റെപ്യൂട്ട് ഈസ് ക്വസ്റ്റ്യനബിൾ. അപ്പോൾ ഈ ഒരു സ്റ്റോറി തുടങ്ങുമ്പോൾ ഒരു പേരുദോഷമുള്ള ഒരാളായിട്ടാണ് അവളെ കാണുന്നത്. റെപ്യൂട്ടീസ് ക്വസ്റ്റ്യനബിൾ, അതായത് പേരുദോഷമൊക്കെ ഉള്ള ഒരാളായിട്ടാണ് അവളെ കരുതുന്നത്. The word questionable arouses our curiosity and it is maintained till the end. അപ്പോൾ ഈ ഒരു പേരുദോഷം എന്നുള്ള ആ ഒരു വാക്ക് നമ്മുടെ ആകാംക്ഷയെ ഉദ്ദീപിപ്പിക്കുകയും അതുപോലെ കഥയുടെ അവസാനം വരെ അതിനെ നിലനിർത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. തെരേസ ഇസ് എ പേഴ്സൺ ഫ്രം പോളണ്ട് ഹു ലിവ്സ് അലോൺ ഇൻ എ റാംഷെക്കിൾ ബിൽഡിംഗ് ഇൻ മോസ്കോ. അപ്പോൾ തെരേസ ഒരു പോളണ്ടിൽ നിന്നുള്ള ഒരു സ്ത്രീയാണ്. മോസ്കോയിൽ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടത്തിലാണ് അവൾ കഴിയുന്നത്. ദ നരേറ്റർ ഓഫ് ദ സ്റ്റോറി ഈസ് ദ സ്റ്റുഡൻറ്റ് ഹു ലിവ്സ് നെക്സ്റ്റ് ടു ഹെർ. അപ്പോൾ ഇതിലെ നരേറ്റർ എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിനിയാണ്. അവൻ തെരേസയുടെ നെയ്ബറാണ്, അയൽവാസിയാണെന്നാണ് പറയുന്നത്. Teresa's appearance frightens him, so he never leaves his door open when she is at home. One day, she comes to him and asks him for a favor in a beseeching, soft, timid manner. അപ്പോൾ തെരേസയുടെ ഈ ഒരു പേടിപ്പെടുത്തുന്ന രൂപം ആ ഒരു സ്റ്റുഡൻറ്റിനെ വളരെയധികം ഭയപ്പെടുത്തിയിരുന്നു എന്നാണ് പറയുന്നത്. അവൾ വീട്ടിലുള്ള സമയത്ത് അവന് വാതിൽ പോലും തുറന്നിടുകയില്ല, അത്രയും പേടിയായിരുന്നു നമ്മുടെ തെരേസയെ ആ ഒരു സ്റ്റുഡൻറ്റിന്. ഓക്കെ, ഒരു ദിവസം തെരേസ അവൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഒരു സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട്. വളരെ അപേക്ഷ രൂപത്തിലും അതുപോലെ മൃദുവായിട്ടുള്ള രൂപത്തിലൊക്കെയാണ് അവൾ ആ ഒരു കാര്യം ചോദിക്കുന്നത്. ഷീ വാണ്ട്സ് ഹിം ടു റൈറ്റ് ലെറ്റർ ടു ഹെർ ബോയ് ഫ്രണ്ട് ബോൾസ്. ഷീസ് illiterate. The student writes the letter. In gratitude, she offers to mend his shirts and trousers for him. അപ്പോൾ അവൾ ചോദിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് അവൾ ഇല്ലിറ്ററേറ്റ് ആണ്, അവൾക്ക് വായിക്കാനും എഴുതാനൊന്നും അറിയില്ല. അപ്പോൾ ബോൾസ് എന്നു പേരുള്ള അവളുടെ ഒരു കാമുകന് ഒരു ലെറ്റർ എഴുതി കൊടുക്കണം എന്നായിരുന്നു അവളുടെ ഒരു അപേക്ഷ എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു സ്റ്റുഡൻറ്റ് അവൾക്ക് ലെറ്ററൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. He declines the offer as he does not want to have anything to do with the woman of questionable repute. അപ്പോൾ അവനൊരു ഓഫർ നൽകുന്നുണ്ട്, അതായത് ഒരു നന്ദി സൂചകമായി അവൻ്റെ കീറിയ ഷർട്ടും ട്രൗസറും ഒക്കെ തുന്നി കൊടുക്കാമെന്ന് അവൾ പറയുന്നുണ്ട്. പക്ഷെ അവന് അവളുടെ സഹായ വാഗ്ദാനം നിരസിക്കുന്നുണ്ട്. അതായത് അവളുമായിട്ട് യാതൊരു ബന്ധവും സ്ഥാപിക്കാൻ അവന് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. Okay. Some days later, Teresa comes back to him to write another letter. This time, the letter is to be from a young man to his girlfriend Teresa. അപ്പോൾ പിറ്റേ ദിവസം അവൾ വീണ്ടും ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. വീണ്ടും ഒരു ലെറ്റർ എഴുതി കൊടുക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഇത്തവണ ലെറ്റർ കാമുകൻ്റേതാണെന്നാണ് പറയുന്നത്. അതായത് തെരേസക്ക് കാമുകൻ എഴുതുന്ന പോലെയായിരിക്കണം അതിൻ്റെ ഉള്ളടക്കം. The student feels
ഇൻട്രിക്യൂഡ് ആൻഡ് ഗെറ്റ്സ് ആംഗ്രി വിത്ത് ഹർ. ഇത് കേട്ടപ്പോൾ ആ ഒരു സ്റ്റുഡൻറ്റിന് ഭയങ്കര ദേഷ്യം വന്നു. He dismisses her thinking that she is trying to be close with him or to mislead him. അപ്പോൾ ആ സ്റ്റുഡൻറ്റ് വിചാരിച്ചിരിക്കുന്നത് ആ സ്റ്റുഡൻറ്റിനോട് ചങ്ങാത്തം കൂടുവാനാണ് അവളുടെ പുറപ്പാട് എന്നാണ് ഈ സ്റ്റുഡൻറ്റ് വിചാരിച്ചിരിക്കുന്നത്. He dismisses her thinking that she is trying to be close with him or to mislead him. Teresa leaves immediately looking terrified and distraught. അപ്പോൾ അവൻ എന്ത് ചെയ്തു? സ്റ്റുഡൻറ്റ് ആ ഒരു തെരേസയോട് പെട്ടെന്ന് പുറത്ത് പോകാൻ പറഞ്ഞു. അവന് ദേഷ്യം വന്നിട്ട്, അതായത് അവനുമായിട്ട് എന്തെങ്കിലും റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുമോ എന്ന് വിചാരിച്ചിട്ട് അവൻ അവളോട് പുറത്ത് പോകാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ നമ്മുടെ തെരേസയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നു, അതുപോലെ ഒരു പേടിയൊക്കെ തോന്നി. അവളങ്ങനെ പുറത്തേക്ക് പോയി എന്നാണ് പറയുന്നത്. He soon regrets his behavior and visit her in her apartment. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റുഡൻറ്റിന് അവന് പെരുമാറിയ രീതി ശരിയായില്ല എന്നൊക്കെ തോന്നി. അവനൊരു പശ്ചാത്താപമൊക്കെ തോന്നി. അങ്ങനെ അവന് നമ്മളുടെ തെരേസയെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്നുണ്ട്. She explains her position and the student understands why she wants to write letters to an imaginary friend. അങ്ങനെ അവൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവൾ എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള എഴുത്തുകളൊക്കെ എഴുതുവാനുള്ള കാരണങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റുഡൻറ്റിന് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ മനസ്സിലാകുന്നു. എന്തുകൊണ്ടാണ് അവൾ അവനെ കൊണ്ട് കത്തെഴുതിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നുണ്ട്. In stories, Gorky portrays the hard life of the social outcast. അപ്പോൾ ഈ ഒരു കഥകളിൽ ഗോക്കി സമൂഹത്തിലെ പുറന്തള്ളപ്പെട്ടവരുടെ ദുരിതം പിടിച്ച ജീവിതങ്ങളെ വരച്ചു കാട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇൻ ഹെർ ലവർ ഗോക്കി ക്വസ്റ്റ്യൻസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ഗവൺമെൻറ് ആൻഡ് ദ പബ്ലിക് ടുവാർഡ്സ് ദ ഫോളൻ ക്ലാസ്. അതുപോലെ ഈ ഒരു സ്റ്റോറിയിലൂടെ, ഹെർ ലവർ എന്ന ഈ ഒരു സ്റ്റോറിയിലൂടെ ഗോക്കി ഫോളൻ ക്ലാസ് എന്ന മുദ്ര ചാർത്തി കൊടുക്കുന്നവരോട് ഗവൺമെൻറ്റിനും പൊതുജനങ്ങൾക്കുമുള്ള നിലപാട് ചോദ്യം ചെയ്യുന്നുണ്ട്. He shows how prejudice and self-sufficiency can lead to spiritual and moral decay in social life. അതുപോലെ മുൻവിധിയും, അതായത് പ്രജുഡൈസും, അതുപോലെ ഞങ്ങൾക്ക് വേറെ ആരെയും വേണ്ട എന്ന കാഴ്ചപ്പാടും എങ്ങനെ സമൂഹത്തെ ആത്മീയമായും സാൻമാർഗികമായും നശിപ്പിക്കുക എന്ന് ഗോർക്കി കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ. Then Gorky himself had experienced the hard realities of life and he endorsed Teresa with the romantic energy to enable her to escape from the harsh realities of life. അതുപോലെ ഗോക്കി തൻ്റെ ചെറുപ്പത്തിലെ അനാഥത്വവും അതുപോലെ ദാരിദ്ര്യത്തിൻ്റെ ദുരിതവും പേറിയിട്ടുള്ളത് കൊണ്ട് അദ്ദേഹം തെരേസയെ നന്നായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. The imaginary lover helps her to hold on to life and overcome its trials and tribulations. അപ്പോൾ ഈ ഒരു ഇമാജിനറി ലവർ, അതായത് ജീവിതത്തെ എങ്ങനെ നേരിടണം എന്ന് ആ ഒരു തെരേസ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അവളുടെ ഭാവനയിലുള്ള കാമുകൻ അവളെ ദുരിതങ്ങൾ മറികടക്കാനും ജീവിതത്തെ മുറുകെ പിടിക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. അതായത് ഈ ലോകത്ത് ആരെങ്കിലും നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, ആരെങ്കിലും നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്നറിയുന്ന ആ ഒരു നിമിഷം മുതൽ നമുക്ക് ജീവിക്കാനുള്ള ഒരു ശക്തി ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഈ ഒരു സ്റ്റോറിയിലൂടെ. ഓക്കെ. I conclude here. Thank you for watching our video. If you are interested, please subscribe, comment, share, like.